ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. വളരെ ഉയർന്ന ഡിമാൻഡുള്ള രാജ്യം. അതിനോടടുത്തെങ്ങും നിൽക്കാത്ത തരത്തിലുള്ള നേരിയ ഉൽപ്പാദനം മാത്രമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതും. നേരത്തെ കോലാർ പോലുള്ള വലിയ സ്വർണ്ണഖനികൾ ഉണ്ടായിരുന്നുവെങ്കിലും അത്തരം ഖനികളൊന്നും ഇപ്പോൾ നിലവിലില്ല. സ്വർണ്ണഖനി കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഒന്നും ഇതുവരെ വിജയം കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അയൽരാജ്യമായ ചൈനയിൽ നിന്ന് വരുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു വാർത്തയാണിപ്പോൾ. ചൈനയിൽ ഇപ്പോൾ പുതിയൊരു സ്വർണ്ണശേഖരം കണ്ടെത്തിയിരിക്കുകയാണ്. ഹൂനാൻ പ്രവേശിയിലെ ഖനിയിലാണ് ചൈന വൻ സ്വർണ്ണശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. ഈ വലിയ സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം നൂറുകണക്കിന് ബില്യൺ രൂപയാണെന്നാണ് നിലവിൽ കരുതുന്നത്. ഇത്തരമൊരു കണ്ടെത്തൽ ചൈനീസ് സമ്പദ്വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ആഗോളതലത്തിൽ ചൈനയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സാമ്പത്തിക തന്ത്രം രൂപീകരിക്കാനും ഇതിലൂടെ കഴിയുകയും ചെയ്യും. സൗത്ത് മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഹൂനാൻ പ്രവേശിയിലെ പിങ്ജിയാങ് പ്രദേശത്തെ വാങ്കു മേഖലയിലാണ് സ്വർണ്ണഖനി പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് 2000 മീറ്ററിൽ താഴെ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഖനിയിൽ നിന്ന് 40 ലക്ഷം സ്വർണ്ണ അറകളാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. ഹൂനാൻ പ്രൊവിൻഷ്യൽ ജിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം ഖനിയുടെ പ്രധാന പ്രദേശത്തെ മൊത്തം സ്വർണ്ണശേഖരം ഇപ്പോൾ 300.2 ടണ്ണിൽ എത്തിയിട്ടുമുണ്ട്. പുതുതായി കണ്ടെത്തിയ കരുതൽ ശേഖരത്തിൽ 1000 ടണ്ണിലധികം സ്വർണ്ണമാണ് അടങ്ങിയിരിക്കുന്നത്. ഈ കരുതൽ ശേഖരങ്ങളുടെ ആകെ കണക്കാക്കുന്ന മൂല്യം ഏകദേശം 600 ബില്യൺ യുവാൻ 7 ലക്ഷം കോടി രൂപയാണ്. ചൈനയുടെ സ്വർണ്ണപരിവേഷണ തന്ത്രത്തിന്റെ വലിയ വിജയമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതും. ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണഖനന കേന്ദ്രങ്ങളിലൊന്നാണ് വാങ്കു ഖനി എന്നത്. 2020 മുതൽ സർക്കാർ 100 ദശലക്ഷം യുവാൻ, അതായത് 115 കോടി രൂപയാണ് ഈ പ്രദേശത്തെ ധാതുപരിവേഷണത്തിനായി നിക്ഷേപിച്ചിട്ടുള്ളത്. സമീപ വർഷങ്ങളിൽ ഇന്ത്യയെപ്പോലെ തന്നെ ചൈനയിലും സ്വർണത്തിന്റെ ആവശ്യകതയിലും കുതിച്ചുചാട്ടമുണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പുതിയ കണ്ടെത്തൽ ഈ സാഹചര്യത്തിന് ഏറെ ആശ്വാസകരമാണെന്നും പറയാം.